പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലക്കഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നല്ല ഇടയനായ യേശു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ വചനമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. നമ്മുടെ യേശു നല്ല ഇടയനാണ്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നല്ല ഇടയനായ യേശു തന്റെ ജീവനെ തന്നു. എത്ര പേർ ഈ പ്രഭാതത്തിൽ ഈ മിനിറ്റിൽ തന്നെ യേശുവിനോട് നന്ദി പറയും. അപ്പാ, അങ്ങ് ജീവൻ തന്നതുകൊണ്ടാണ് ഈ പ്രഭാതത്തിലും ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രേഷ്ഠ ഇടയനായ യേശുവിന്റെ പ്രത്യേകത നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക്. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. 4-ാമത്തെ വാക്യം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ നല്ല ഇടയനായ യേശുവിന്റെ 2 പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെയും എന്റെയും പട്ടണത്തിൽ ഉന്നതരായ വ്യക്തികളുണ്ട്. അവരുടെ പേരും അവരുടെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ അവരോട് ചോദിച്ചാൽ എന്നെയും നിങ്ങളെയും അറിയണമെന്നില്ല. യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഈ ലോകത്തിലുള്ള മുഴുവൻ വ്യക്തികളെയും നന്നായി അറിയുന്നവൻ, അവരുടെ ഓരോരുത്തരുടെയും പേരറിയുന്നവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചവൻ. ഹല്ലേലൂയ. ഈ നല്ല ഇടയൻ ഈ പ്രഭാതത്തിൽ നന്ദി പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. 2-ാമത്തെ കാര്യം, അവൻ നമ്മെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ നമുക്ക് മുമ്പായി കടന്നു പോകുന്നു. ഈ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ഈ സമയം മുതൽ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് മുമ്പായി വഴിയൊരുക്കുന്ന ഒരു നല്ല ഇടയനായ യേശുവുണ്ട്. വഴി അടഞ്ഞ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയന്റെ പ്രത്യേകത, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ. ഹല്ലേലൂയ. നമ്മുടെ വഴിയെ തുറക്കാൻ കഴിയുന്ന വലിയവനായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഇടയനായ യേശുവിന്റെ അടുത്ത പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചു നോക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. 27-ാമത്തെ വാക്യം. അവയെ ഞാൻ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. 28-ാമത്തെ വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേകതകളോട് നമ്മളൊന്ന് കാണുകയാണ്. ഒന്നാമത്, അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. മുമ്പോട്ട് എങ്ങനെയെന്നുള്ള അനേക ചോദ്യം ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയാണ്. യേശു പറയാണ്, ഇതാണ് വഴി, ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ ശബ്ദമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. 2-ാമത്തെ പ്രത്യേകത, യേശു നമുക്ക് നിത്യജീവൻ ദാനമായി തന്നിരിക്കുന്നു. 3-ാമത്, ഒരു നാളും നശിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്നവരെ,
ഈ പ്രഭാതത്തിൽ അതിശക്തമായി ദൂത് പറയണം. ആരെല്ലാം ഞാൻ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചാലും, ഏതെല്ലാം ശക്തികൾ നിങ്ങളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാലും, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകത്തില്ല. കാരണം നിങ്ങൾ യേശു എന്ന ഇടയന്റെ കീഴിലാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത പ്രത്യേകത, യേശു എന്ന ഇടയന്റെ കരത്തിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. ആർക്കും ആ കയ്യിൽ നിന്ന് എന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നമ്മെ ഒരു ശത്രുവിൽ വിട്ടുകൊടുക്കാത്ത, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്ന, നമുക്ക് മുമ്പായി പോകുന്ന നല്ല ഇടയൻ ഈ പ്രഭാതത്തിൽ നന്ദി പറയും. ഒന്നുകൂടെ പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 100 ആടുകളുള്ള ഒരു ഇടയനെ നമുക്ക് കാണാൻ കഴിയും. ആ ഇടയന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ആട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആ ആട് വലിയ കുഴിയിലായിരിക്കും, തനിയെ കയറാൻ പറ്റാത്ത കുഴിയിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ കുരുക്കിലായിരിക്കുന്നത്, മുള്ളുകൾ നിറഞ്ഞ വലിയ കുരുക്കിലാണ് ആയിരിക്കുന്നത്. പക്ഷേ ഈ ഇടയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടെത്തുവോളം അന്വേഷിക്കും. ഹല്ലേലൂയ. ആ ആടിനെ കണ്ടെത്തിയാൽ ആടിനെ കരത്തിലെടുത്തുയർത്തി ആടിന്റെ മുറിവുകളെ കെട്ടി ആടിനെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നല്ല ഇടയന് എത്ര പേർ നന്ദി പറയും. ഞാനൊരു വചന വെളിപ്പാട് നിങ്ങളോട് പറഞ്ഞോട്ടെ. ഇതാ വലിയ കുഴിയിൽ കിടക്കുന്ന ഒരാട്, അല്ലെങ്കിൽ വലിയ മുള്ളിന്റെ ഇടയിൽ കുരുക്കിൽ കിടക്കുന്ന ആട്, അതിന് സ്വയമായി അവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല. ഒന്നിൽ ആ ആട് നിലവിളിക്കായിരിക്കും, അല്ലെങ്കിൽ അത് നിരങ്ങുന്നുണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്നവരെ, സ്വയമായി കയറാൻ കഴിയാത്ത ആ കുഴിയിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും നിരക്കം കാണുന്ന നല്ല ഇടയൻ, ഒന്നുകൂടെ പറഞ്ഞാൽ എന്റെയും നിന്റെയും കണ്ണുനീര് കണ്ട് അറിയാം അവസ്ഥ മനസ്സിലാക്കുന്ന നല്ല ഇടയൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ ബന്ധുക്കാർക്കോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്കോ നിങ്ങളുടെ കണ്ണുനീര് മനസ്സിലാകണമെന്നില്ല, നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ വേദനകൾ മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ നല്ല ഇടയന്റെ പ്രത്യേകത, അവൻ എൻ്റെ കണ്ണുനീര് കാണുന്ന, എൻ്റെ നിരക്കം കാണുന്ന, എൻ്റെ വേദന കാണുന്ന, ആ കുരുക്കിൽ നിന്ന് ഞങ്ങളെ അഴിച്ചു പുറത്തു കൊണ്ടുവരുന്ന വലിയവനായ യേശുവിന് നന്ദി പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ ഇതാ സങ്കീർത്തനക്കാരൻ 23-ാം അധ്യായത്തിൽ പറയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ഹല്ലേലൂയ. ദാവീദിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അപ്പന്റെ ആടുകളെ മേയിച്ച പരിചയം ദാവീദിനുണ്ട്. ദാവീദ് ആടുകളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയവനാണ്. അതുകൊണ്ട് ദാവീദ് പറയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എത്ര പേർ വിശ്വസിക്കുന്നു യേശു എൻ്റെ നല്ല ഇടയനാണ്, എൻ്റെ മുഴുവൻ ആവശ്യങ്ങളും അറിയുന്നു. ഓരോരുത്തർക്കും വേണ്ടി പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഓരോ മക്കളുടെയും ആവശ്യം അറിഞ്ഞ് അവരുടെ ആവശ്യത്തിൽ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു വലിയ ദിവസമാകിയാൽ നന്ദിയപ്പ. ഞങ്ങളെ കുഴിയിൽ നിന്ന് കരകയറ്റുന്നതിനായി നന്ദി, അത്ഭുതമായ വഴികൾ തുറക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്നവരെ, സൂമിൽ എല്ലാ ദിവസവും ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.